അതേസമയം തിരുവനന്തപുരം കല്ലറ നെടുമങ്ങാട് റോഡിൽ കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടെത്തി. അരുവിപ്പുറത്ത് ഇന്നലെ രാത്രിയാണ് 10 അടിയോളം വരുന്ന പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടിയത്. ബൈക്ക് യാത്രക്കാരനാണ് റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിനെ കണ്ടത്. അനന്തകൃഷ്ണ വിവരങ്ങളുമായി. അനന്തൻ, വാമനപുരം നദി കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഒഴുക്കിൽപ്പെട്ട് മലയോരത്തുനിന്ന് വന്നതാണോ? സാധാരണ ഈ സ്ഥലങ്ങളിൽ പെരുമ്പാമ്പിനെ കാണാറുണ്ടോ? രതീഷ്, ഇപ്പോൾ ഈ മഴ കനത്തതോടെ മലയോര മേഖലകളിൽ നിന്ന് ഈ പുഴയിലൂടെ ഈ മലമ്പാമ്പുകൾ, പ്രത്യേകിച്ച് പെരുമ്പാമ്പ് ഇങ്ങനെ ഒഴുകി വരുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരം നെടുമങ്ങാട് കല്ലറ റൂട്ടിൽ അരുവിപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് പെരുമ്പാമ്പിനെ കണ്ടത്. രാത്രിയിൽ ബൈക്കിൽ പോകുന്നയാളാണ് റോഡിന്റെ കുറുകെ പെരുമ്പാമ്പ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ സമീപവാസികളെയൊക്കെ വിളിച്ചു വരുത്തി. പിന്നീട് വനംവകുപ്പിനെ വിവരം അറിയിച്ചു. പക്ഷെ വനംവകുപ്പ് എത്താൻ താമസിക്കും. അതിനു മുമ്പ് പാമ്പ് ഇഴഞ്ഞു പോകും എന്ന് കണ്ടിട്ടാണ് നാട്ടുകാർ തന്നെ അതിനെ പിടികൂടി ചാക്കിലാക്കി കെട്ടിവെച്ചത്. പിന്നീട് പാലോട് നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആ പാമ്പിനെ ഏറ്റുവാങ്ങി. ഇന്നിപ്പോൾ പാമ്പിനെ വനത്തിൽ തുറന്നുവിടുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഈ മേഖലയിൽ പെരുമ്പാമ്പിന്റെ ശല്യം കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം കനത്ത മഴ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തിരുന്നു. വാമനപുരം നദി കവിഞ്ഞൊഴുകുകയാണ്. മലയോര മേഖലയിൽ നിന്ന് ഈ പുഴ വഴിയാണ് പാമ്പ് ഇങ്ങനെ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. രതീഷ്, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കല്ലറ നെടുമങ്ങാട് റോഡിലാണ് ഈ പെരുമ്പാമ്പിനെ കണ്ടെത്തി വനം വകുപ്പിന് നാട്ടുകാർ കൈമാറിയത്.